ഹലോ ഗൈസ്, ഞാൻ കണ്ടേ പതിവ് പോലെ വർക്കൊക്കെ കഴിഞ്ഞ് കടയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. കണ്ടേ സാന്ദ്ര ഇവിടെ ഉണ്ട് ഗൈസ്. ഇന്ന് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. എന്താ നടത്തുക, ഇന്നത്തെ കാലാവസ്ഥ നല്ല ചൂട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി ഭയങ്കര മഴ, അന്നേരം കച്ചവടമൊക്കെ ഇച്ചിരി ശോഭമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ആർക്കും ഈ ഒരു അവസ്ഥ വരരുത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ഞാനില്ലേ ലാഭം നോക്കി ഞാൻ ഓൺലൈനിൽ നിന്ന് ഞാനൊരു ക്യാമറ മേടിച്ചു. അപ്പം ഷോപ്പല്ലേ, കടയ്ക്കകത്തൊരു ക്യാമറ ഒക്കെ വെക്കാം. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോയി എൻ്റെ ഫോണിനകത്ത് കാണാനൊക്കെ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ ലാഭം നോക്കിയൊരു ക്യാമറ മേടിച്ചു. ഇതേണ്ടേ ഇതാ സാധനം കേട്ടോ, ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്ന കേട്ടോ. ഇത് മാഗ്നറ്റാണ്, ഒട്ടിയിരിക്കും ഗൈസ്. എൻ്റെ ഇതാ സാധനം കണ്ടോ. ഭയങ്കര ലാഭം നോക്കി മേടിച്ചത്. 1000 രൂപയ്ക്കകത്ത് 1000 രൂപയായി, 1000 സംതിങ് ആയി ഗൈസ്. മേടിച്ചു. അപ്പോൾ ഇതൊന്ന് ഓണായി. പിന്നെ ഈ നിമിഷം വരെ ഓണായിട്ടില്ല. ഇത് ഫുൾ ടൈം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഇത് ചാർജ് കുത്തിയിട്ടുകൊണ്ടിരിക്കണം. ഇത് ഓണായി കഴിഞ്ഞാൽ ഇതിനകത്ത് മെമ്മറി കാർഡ് ഇട്ടാലേ ഇത് റെക്കോർഡ് ചെയ്യത്തുള്ളൂ ഗൈസ്. റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒട്ടും ക്ലാരിറ്റി ഇല്ല, സത്യം പറഞ്ഞാൽ ഒരു പറയാനില്ല. അപ്പം എനിക്കിതൊരു അനുഭവമായിരുന്നു കേട്ടോ. ഒരിക്കലും നമ്മൾ ലാഭം നോക്കി നമ്മളൊരിക്കലും ഒരു സാധനം മേടിക്കരുത്. ഞാനിത് ഭയങ്കര ലാഭം നോക്കി 1000 രൂപയ്ക്ക് ഭയങ്കര ലാഭമാണെന്ന് പറഞ്ഞ് മേടിച്ചതാണ്. ഫോട്ടോയ്ക്കകത്ത് കണ്ടപ്പോൾ ഭയങ്കര വലിപ്പമൊക്കെ ആയിരുന്നു. അപ്പോൾ ലാഭം നോക്കി നമ്മൾ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇരിക്കും. പ്രത്യേകിച്ച് ഒരു പറയാനില്ല. വെറുതെ തന്നെ ഇവിടെ ഇതുണ്ടോ, വെറുതെ തന്നെ ഇങ്ങനെ ഇതിൻ്റെ അടപ്പുറം ഇങ്ങനെ തൂക്കി വെക്കാം, അല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല കേട്ടോ. ഷോയ്ക്ക് ഇങ്ങനെ വെക്കാമെന്നല്ലാതെ അതുകൊണ്ടൊരു പ്രയോജനമില്ല. 1000 രൂപ പോയെന്നല്ലാതെ അതിനൊട്ട് റിട്ടേണും ഇല്ലായിരുന്നു, നമുക്ക് തിരിച്ചയക്കാനും പറ്റത്തില്ലായിരുന്നു. പെട്ടുപോയി ഗൈസ്. സാന്ദ്ര ഇതിലേക്കാണ്ടോ പറയാം. ഇല്ല, ഞാനില്ല.